അസ്സലാമു അലൈക്കും. അബ്ദുൽ ഹാസറാണ്. സഹോദരന്മാരെ, ഞാനിപ്പോൾ ഈ ഒരു വീടുണ്ടാക്കുന്നത് എനിക്ക് ആദ്യമായിട്ട് ഈ വീഡിയോയിൽ പറയാനുള്ളത്, ഞാനിപ്പോൾ നരേന്ദ്രമോദിയെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ചില ഈ വീഡിയോ തുറന്നിട്ട് നോക്കുന്ന ഈ സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ വാർത്തകളൊക്കെ കാണുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും വീഡിയോ, എന്നെ പോലത്തെ ഏതെങ്കിലും പാവങ്ങളിട്ടൊരു വീഡിയോ ഇത് കാണുന്ന ആളുകൾ, എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്ത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ മൊബൈൽ തുറന്നിട്ട് നോക്കുന്നത്, യൂട്യൂബിലൊക്കെ നോക്കുന്ന മനുഷ്യന്മാരോട് ചോദിക്കുന്നത്, നമ്മൾ എന്താണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ആവണമെന്നില്ല ഏതൊരു വാർത്തയും. പക്ഷേ ഇന്ന് ലോകത്ത് ഓരോ ആളുകളെയും സ്വാധീനിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മൾ നിലവിൽ കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു തരുന്നത്, നമ്മൾക്ക് മുസ്ലിം എന്നുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഒരു ശത്രു മുസ്ലിമിനെ ചെയ്താൽ അതുപോലെ തിരിച്ചു ചെയ്യുമെന്ന് ഇസ്ലാമിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഒരാൾ നാവുകൊണ്ട് പറയുന്ന പോലെ തന്നെ നമ്മൾ അവനെ അങ്ങോട്ട് തിരിച്ചു പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടില്ല. അവർ പ്രവൃത്തി ഒരു രൂപത്തിൽ ഒരു അക്രമവാസന ഇങ്ങോട്ട് കാണിച്ചാൽ അതേ രൂപത്തിൽ അക്രമവാസന അങ്ങോട്ട് പ്രവർത്തിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ഈ യൂട്യൂബിൽ തുറന്നു നോക്കുന്ന ആളോട് എനിക്ക് മുസ്ലിം ആണെങ്കിലും ഒന്ന് പറയാനുള്ളത്, അങ്ങനെ കുറച്ചും കൂടി മനസ്സിലാക്കുമെന്നിട്ട് പറയുന്നതാണ്. കാരണം നമ്മൾ ഒരാളെ ശത്രുവായിട്ട് കാണുക, ആ ശത്രു എന്ന് പറയുന്ന ആൾ എങ്ങനത്തെ ആളായാലും അവരോട് നമ്മൾക്ക് മിതമായ രൂപത്തിൽ, അതായത് അവരെ നമ്മൾക്ക് നാവ് കൊണ്ട് എങ്ങനെ വശീകരിച്ചിട്ട് അവരെ എടുക്കാൻ പറ്റും, ഒരു ശത്രുവിനെ എങ്ങനെ നമ്മുടെ മിത്രങ്ങളാക്കിയിട്ട് മാറ്റാൻ പറ്റും എന്ന് ഇസ്ലാമിൽ തന്നെ ഓരോ കാര്യങ്ങളും അല്ലാഹു തആല റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് റസൂലിൻ്റെ ജീവിതത്തിൽ തന്നെ പ്രാവർത്തികമായിട്ട് നമ്മളെ പഠിപ്പിച്ചതാണ് ഇസ്ലാമിനെ. അത് മനസ്സിലാക്കണമെന്ന് എനിക്ക് മുസ്ലിം സഹോദരന്മാർ പറഞ്ഞു. കാരണം കമൻറ്റ് ബോക്സിൽ ഓരോ ആളുകളും ഓരോ കമൻറ്റ് ചെയ്ത് കാണുമ്പോൾ മനസ്സിൽ വല്ലാതൊരു വിഷമമാണ്. ഇന്നലെ ഞാനൊരു സുപ്രീം കോടതിൻ്റെ ഒരു വിധി ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതിന് വിളിച്ച കമൻറ്റ് ചെയ്ത് അറിയോ, അബ്ദുല്ല എന്ന് പറയുന്നത് കെ അബ്ദുല്ല എന്ന് പറഞ്ഞിരുന്നു. ഒരു പേരൻ്റെ എനിക്ക് പറയണം. കാരണം ഇവനൊന്നും ഒന്നും മനസ്സിലാക്കുന്നവനൊന്നുമല്ല. ഈ ലോകത്തെ വിഡ്ഢികളെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനായിരിക്കും ഒന്നാമത്തെ വിഡ്ഢി എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നത്. കാരണം അള്ളാഹിൻ്റെ റസൂലിന് ഒരു കാര്യങ്ങൾ, ഒരു ശത്രുവിനെ നേടുന്നതിനെ പറ്റി അള്ളാഹിൻ്റെ റസൂൽ നമുക്ക് കാണിച്ചിരുന്നത് പല രൂപത്തിൻ്റെ മാതൃകകളുണ്ട്. അത് സംസാരം കൊണ്ടാവാം, അവൻ ചെയ്ത ക്രൂരത നമ്മൾ ചെയ്യാതെ കണ്ട് നമ്മൾക്ക് അവർ ചെയ്യാതെ കണ്ട് അവരോട് സൗമ്യമായ രൂപത്തിൽ സംസാരിച്ചിട്ട് അവനെ മനസ്സിലാക്കി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കാം. അള്ളാഹിൻ്റെ റസൂൽ കാലങ്ങളോളം സ്വന്തം ജീവിച്ച നാട്ടിൽ നിന്ന് പോലും അള്ളാഹിൻ്റെ റസൂൽ മാറി നിൽക്കുന്ന ചരിത്രം വരുന്നുണ്ട്. ശത്രുക്കൾ ചെയ്യുന്ന നടക്കുന്ന ശത്രുക്കളോട് അള്ളാഹിൻ്റെ റസൂൽ ചെയ്തോ? കാലങ്ങളോളം മാറി നിന്നിട്ടില്ല അള്ളാഹിൻ്റെ റസൂൽ. എന്നിട്ടല്ലേ ആ മനുഷ്യരൊക്കെ അള്ളാഹിൻ്റെ റസൂലിനെ സ്വീകരിക്കുന്ന മനുഷ്യരാക്കിയിട്ട് മാറ്റിയെടുത്തത്, സ്വന്തം നാട് വിട്ടിട്ട്. പിന്നെ നമ്മളൊക്കെ സ്വന്തം നാട് വിടേണ്ട വന്നിട്ടുണ്ട. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ശത്രുക്കളെ പറ്റി അല്ലെങ്കിൽ നമ്മളോട് ദുർമ ചെയ്യുന്ന ഒരാളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് എന്തെന്ന് മനസ്സിലാക്കാതെ കണ്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനത്തെ ഒന്നും ഇത് കണ്ടിട്ട് പ്രയോജനമുള്ളതോ? അവനവന് നന്നാവാനും പറ്റില്ല, അവനവൻ്റെ കുടുംബത്തിന് നന്നാക്കാൻ അവരോട് പറ്റില്ല എന്നുള്ളതാണ്. അത്രയും വിവരമുണ്ടെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നു. ഞാനിപ്പോൾ ഇത് പറയുന്ന കാരണത്തിൽ നമ്മൾ നരേന്ദ്രമോദിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വീഡിയോ എടുക്കുക. ഇപ്പം എന്നെ പറയും നരേന്ദ്രമോദി എന്തോ ഒരു കൊടുത്തിന് BJP-ക്കാരന്, അതാണ് അയാൾ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടൊരു വീഡിയോ ഉണ്ടാക്കിയത്. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. അപ്പോൾ എനിക്ക് സഹോദരന്മാരോട്, നല്ലവരായ സഹോദരന്മാരൊക്കെ പറയാം, അവനൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുന്നു. എനിക്ക് പറയാം, വയനാട് ഒരു ഇതിന് നരേന്ദ്രമോദി, അതായത് BJP-ൻ്റെ അനുയായികളും BJP MP ഒക്കെ നമ്മളോട് മുന്നേ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് സംശയത്തിലുണ്ടായത്. കാരണം സമയമായിട്ടാന്നൊക്കെ സുരേഷ് ഗോപിയൊക്കെ പറഞ്ഞപ്പോൾ BJP-ക്കാർ കേരളത്തിൽ ഒരുപാട് അവഹേളിക്കുന്നു, അപമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നരേന്ദ്രമോദിക്ക് ഒരുപാട് കുറ്റം പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ എല്ലാ നേതാക്കന്മാരും പറഞ്ഞതിനേക്കാൾ നല്ല രൂപത്തിൽ ഒരുപാട് സമയം ചെലവഴിച്ചിട്ട് ഒരുപാട് മറ്റു പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് മനസ്സിൻ്റെ, അതായത് സ്നേഹം പിടിച്ചു പറ്റുന്ന നടക്കാത്ത ഒരു രൂപത്തിൻ്റെ പ്രവർത്തനം ചെയ്തിട്ട് അത് നരേന്ദ്രമോദി പഠിപ്പിച്ചത്. അപ്പോൾ ഇപ്പോൾ പറയും അയാൾ പല രൂപത്തിൻ്റെ കപടവേഷം കിട്ടും, അതുകൊണ്ടാണ് അയാൾ അങ്ങനത്തെ അഭിനയിച്ചതെന്ന് പറയും. ഞാൻ ചോദിക്കുന്നത് പക്ഷെ വേറെ പറയാനുള്ള കാരണമുണ്ട്. അതുമാതിരി നമ്മൾ എല്ലാ സമയത്തും കാണാൻ പാടില്ല. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചെങ്കിൽ, ഇവരിപ്പോൾ ഒരുപാട് ഞാൻ കമൻറ്റ് ബോക്സൊക്കെ കണ്ടതെന്ന് വെച്ചെങ്കിൽ, പിന്നെ ബീഫ് എന്നതിൻ്റെ പേരിൽ എത്ര കൊലപാതകം ഇന്ത്യയിൽ നടന്നു, എന്നിട്ട് മുസ്ലിങ്ങളെ സ്നേഹിക്കുന്ന ആളെയൊന്നും കണ്ടില്ല. പിന്നെ പറഞ്ഞിട്ട് ബുൾഡോസർ രാജ്യം ഓരോ പേരും പറഞ്ഞിട്ട് മുസ്ലിങ്ങൾ മതസ്ഥാപനങ്ങളും അതിൽ അടിച്ച് നിരത്തി പൊളിച്ച ആളാണ്, നൂറുകണക്കിന് വീട്ടൊക്കെ തകർത്തിയ ആളാണ്. എന്നിട്ട് എന്ത് നരേന്ദ്രമോദിക്ക് ഇത്ര സ്നേഹം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ പൗരത്വ ബില്ല് വന്നപ്പം ആ പൗരത്വ ബില്ലിന് നാഗേശ്വരാന്തൻ അനുകൂലിച്ചുകൊണ്ട് നരേന്ദ്രമോദി അത് നടപ്പിലാക്കിയേ തീർന്നൊരു ആശ പിടിച്ചവനായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമ്മളെ മുസ്ലിങ്ങളോടൊന്നും ഇത്ര സ്നേഹം ഉണ്ടായില്ല. പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താ വെച്ചെങ്കിലും നമ്മളെ ഇപ്പോൾ ലാസ്റ്റ്
പല കാര്യങ്ങളുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, പലതും സംഭവിച്ചിട്ടുള്ളത് യാഥാർത്ഥ്യം തന്നെ. അതുകൊണ്ട് മനുഷ്യരെപ്പോൾ അതുപോലെ ആവണമെന്നില്ല, നമുക്ക് അങ്ങനെ ആവണമെന്ന് നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല. ഞമ്മക്ക് എത്ര വരെ അവരെ അതുപോലെ ആക്കി വെക്കണമെന്ന് നിർബന്ധമുണ്ട് ഇസ്ലാമിന്? അതില്ല. അതുപോലെ തന്നെ പിന്നെ ഇപ്പം ലാസ്റ്റ് നരേന്ദ്രമോദി കഴിഞ്ഞ ഈ ഭരണത്തിൽ കയറുമ്പോഴും നരേന്ദ്രമോദി റോഡിൽ നിന്നിട്ട് പറഞ്ഞ ആളാണ്. പിന്നെ കോൺഗ്രസ് ഭരണത്തിൽ വരികയാണെങ്കിൽ ഹിന്ദു സ്ത്രീകളുടെ കെട്ടുതാന് പോലും ഊരിക്കൊടുക്കുന്ന അവസ്ഥ വരും, മുസ്ലിങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും, അങ്ങനെ അടിമയായിട്ട് നിങ്ങൾ ജീവിക്കേണ്ടി വരും എന്ന് പോലും റോഡിൽ നിന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞ ആളാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് ആ നരേന്ദ്രമോദി വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള പല രൂപത്തിൻ്റെ കമൻറ്റും അഭിപ്രായങ്ങളും വാർത്താ ചാനലുകളും ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഞാനിത് പറയാനുള്ള കാരണം എന്താ വെച്ചിട്ട് ഇതൊക്കെ പറയുന്നത് ശരി തന്നെ. അതിപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു ശത്രു നമ്മളോട് ചെയ്തെന്ന് പറഞ്ഞിട്ട്, അതുപോലെ ഗുജറാത്തിനെ പറ്റി പറയുന്നത്, ഗുജറാത്തിൽ എല്ലാ കലാപവും നടത്തിയിട്ട് എന്തെങ്കിലും ഉണ്ട്. വാജ്പേയി പോലും വിളിച്ചിട്ട് പറഞ്ഞില്ലേ നരേന്ദ്രമോദിയോട്, നീ അവിടുത്തെ ഒരു ഈ മുഖ്യമന്ത്രിയാണ്, നീ ശ്രദ്ധിക്കണം ഗുജറാത്തിനെ എന്ന് പറഞ്ഞിട്ട് പോലും ഒരു ലെവലേശം മാനിക്കാത്ത ആളാണ് പിന്നെ നരേന്ദ്രമോദി, അത്രയും വലിയ ക്രൂരനാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ കഴിഞ്ഞു പോയ പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ അങ്ങനെ. അതുപോലെ തന്നെ മണിപ്പൂരിൻ്റെ സംഭവം പറയുന്നുണ്ട്. മണിപ്പൂരിലൊക്കെ ഇത്തിരി കലാപങ്ങൾ നടത്തി, ഇത്തിരി ആളുകളെ കൊല ചെയ്യപ്പെട്ട് ഒക്കെ നടന്നിട്ടും എന്ത് നരേന്ദ്രമോദി എവിടെ പോയി എന്ത് മുട്ടി നടക്കാൻ നരേന്ദ്രമോദി പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അല്ലെങ്കിൽ നരേന്ദ്രമോദിനെ അത് ആരും അറിയാതെ മാതിരിയാക്കി എന്നുള്ളതായിരിക്കും അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നരേന്ദ്രമോദിൻ്റെ വയനാട് വന്ന സന്ദർഭത്തിൽ കണ്ട രംഗം, അവിടെ മുഖ്യമന്ത്രിയാണെങ്കിലും മറ്റുള്ള നേതാക്കന്മാരാണെങ്കിലും എം പിമാരാണെങ്കിലും പല ആളുകളും ഒരു ടൈമൊക്കെ വെച്ചിട്ടാണ് ഇവിടെ പോയിട്ടുള്ളത്. പക്ഷേ നരേന്ദ്രമോദി പറഞ്ഞിട്ട് വന്നതിനേക്കാൾ 1 മണിക്കൂറിന് കൂടുതൽ ഇവിടെ ചെലവഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ നരേന്ദ്രമോദി അവിടെയുള്ള ആളുകളെല്ലാം സന്ദർശിച്ചിട്ട് അവിടെ നിന്ന് ഒരു മുസ്ലിം കുട്ടീൻ്റെ സ്നേഹം പിൻപറ്റി പോയി എന്നുള്ള, അതായത് നൈസ റുബിയ എന്ന് പറയുന്ന ഒരു കുട്ടി, നൈസ എന്ന് ചില വീഡിയോയിൽ പറയുന്നുണ്ട്, ചില ആൾ റുബിയ എന്ന് പറയുന്നുണ്ട്. ആ പെൺകുട്ടി എന്നെ സ്നേഹം കൊണ്ട് വാരി പുണർന്നിട്ട് സ്നേഹം കൊടുത്ത ആ നരേന്ദ്രമോദിൻ്റെ ആ രംഗം ഇന്നിപ്പോൾ ഈ ലോകത്തേടി വൈറലായിട്ടിരിക്കുകയാണ്. കാരണം അത്രയും മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യ സ്നേഹി എന്നുള്ള ഒരു രൂപത്തിലാണ് നമ്മളതിന് ഇപ്പോൾ കാണുന്നുള്ളത്. പക്ഷെ അതിന് ഒരുപാട് കമൻറ്റ് ചെയ്ത് ഇങ്ങനത്തെ അയാൾ അഭിനയമാണ്, അത് അയാൾ അങ്ങനെ അഭിനയിക്കുന്നതെന്ന് അയാൾ പലതും ചെയ്യും, ഒരു കാര്യം കൊണ്ട് നടക്കാൻ പോകുന്നില്ല. അപ്പം ഏതായാലും നമുക്ക് എന്തെങ്കിലും നിങ്ങൾ ഏതായാലും ഒരു വീഡിയോ ഒന്ന് കാണും. കണ്ടിട്ട് ഇതാണ് ഇപ്പോൾ വലിയ വൈറലായിട്ടുള്ളത്. അതായത് സ്നേഹം കൊണ്ട് വാരി പുണർന്നുകൊണ്ട്, സ്നേഹം കോരിവാരി കൊടുത്തുകൊണ്ട്. അത് മാത്രമല്ല, നരേന്ദ്രമോദിയെ എല്ലാ സ്ഥലങ്ങൾക്കും സന്ദർശിക്കാൻ പോകുന്ന ആ സാഹചര്യം, ആ അവസ്ഥയെല്ലാം നരേന്ദ്രമോദിൻ്റെ മനസ്സിലും മുഖത്തും കാണുന്നുള്ളത് എന്ന് നമുക്ക് തിരികെ കാണുന്ന മനസ്സിലാണ്. അത്രയും നരേന്ദ്രമോദി, കാരണം നരേന്ദ്രമോദി തന്നെ പറഞ്ഞു ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലാണ്. കാരണം അതാണല്ലോ 1 മണിക്കൂർ വൈകിയത്. ഞാൻ ഇങ്ങനെ ആയിരിക്കും ഈ വയനാടിൻ്റെ അവസ്ഥ എന്നുള്ളത് ഞാൻ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്താണ് നരേന്ദ്രമോദി ഇവിടുന്ന് തന്നെ പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പം എപ്പോഴും ഒരാൾ ക്രൂര തന്നെ കാണിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലക്ക് നമ്മൾ എപ്പോഴും അപ്പുറം അതേ രൂപത്തിൽ തന്നെ കാണണം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ കാണുന്നതിൻ്റെ അർത്ഥമുള്ളത്. അപ്പം ഇത് എത്ര വലിയ ക്രൂരത ചെയ്ത ആളും മാറി ചരിത്രങ്ങൾ ഇസ്ലാം ചരിത്രത്തിലുള്ളത് എത്രയോ മനുഷ്യന്മാർ ക്രൂരത ചെയ്ത ആളുകൾ നല്ല ആളുകളായിട്ട് മാറിയിട്ട് മനുഷ്യർക്ക് വേണ്ടി ഗുണം ചെയ്ത് എത്രയോ ആളുകൾ ഭരണാധിപന്മാരുണ്ടായിട്ട് ചരിത്രത്തിൽ. അതുപോലെ സ്വയം ആത്മഹത്യ ചെയ്ത് ഭരണാധിപന്മാരുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട്? അവർ തെറ്റായിപ്പോയി, എനിക്ക് പശ്ചാത്തപിച്ചിട്ട് ഗുണമൊന്നുമില്ല, ഞാൻ ഈ മനുഷ്യരുടെ ഇത് ജീവിച്ചിട്ട് വരില്ല എന്ന് വിചാരിച്ചിട്ട് മരിച്ച എത്രയോ ഭരണാധിപന്മാരും ലോകത്തുണ്ടായിട്ടുണ്ട്. അതെല്ലാം നമ്മളിപ്പോഴത്തെ ചർച്ച വിഷയം. നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിക്കാണെങ്കിൽ അപ്പോൾ നരേന്ദ്രമോദിയോട് എമ്മക്ക് പറയാനുള്ളത്, BJPൻ്റെ ആളോട് എനിക്ക് പറയാനുണ്ടെങ്കിൽ ഇത് ഞാൻ ഈ മുന്നേ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞ അതൊന്നും എനിക്ക് ജനങ്ങൾ ചിന്തിക്കാൻ പാടില്ല. അത് പാടില്ലാതിരിക്കണമെങ്കിൽ, അതിനൊരു സാഹചര്യം കൊടുക്കാണ്ടിരിക്കണമെങ്കിൽ ഈ വയനാടിന് കേന്ദ്രം, ഈ രാജ്യത്തിൻ്റെ ഒരു സ്റ്റേറ്റാണ് കേരളം. ആ കേന്ദ്രത്തിന് ഇത്രയും നമ്മൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് അത് ഈർത്ത ജനങ്ങൾക്കും ഇന്ത്യൻ ജനങ്ങൾക്കും ലോകത്തിനും നരേന്ദ്രമോദി വെളിപ്പെടുത്തി കാണിക്കണം. അതിനത് തക്കതായ സഹായ സഹകരണം ചെയ്ത് കേരളത്തിലെ ഗവൺമെൻറ്റിനെ സഹായിച്ചിട്ട്
ഇവരെ പുനരധിവാസം ഇവരെ ഈ വീടൊക്കെ പോയില്ലേ, അവരൊക്കെ വീടുന്നതൊക്കെ നന്നാക്കാനുള്ള എല്ലാ സഹായവും കേന്ദ്രം കൊടുത്ത് ഈ മുന്നേ പല ആളുകളും പറഞ്ഞില്ലേ അഭിപ്രായങ്ങൾ, അതെല്ലാം നരേന്ദ്രമോദി തിരുത്തിക്കണമെന്നാണ് എനിക്ക് സുരേഷ് ഗോപിനൊക്കെ ഈ നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ സമയത്തുള്ള അഭിപ്രായം. കാരണം വെച്ചാൽ പല ആളുകളും അങ്ങനെ അഭിപ്രായം പറയാനുള്ള കാരണം തന്നെ ഇതിനു മുമ്പ് പലരും നടന്നപ്പോൾ നരേന്ദ്രമോദി മൗനമായിട്ട് നിന്നുകൊണ്ടാണ് ഇത് നരേന്ദ്രമോദിൻ്റെ ഒരു അഭിനയം എന്ന് പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അങ്ങനെ ഒരാളങ്ങനെ കാണാൻ പാടില്ല, എപ്പോഴും മാറിക്കൂടാന്നില്ല. കാരണം നരേന്ദ്രമോദി എല്ലാ സ്ഥലങ്ങളും സന്ദർശിക്കാൻ പോയ രൂപത്തിലല്ല നമ്മളിന്ന് വയനാട് വന്നിട്ട് നരേന്ദ്രമോദിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിനൊരു മാറ്റം ഉണ്ടാവും. ചിലപ്പം ഈ കേരളത്തിന് ഒരു പ്രത്യേക ഒരു പാക്കേജൊക്കെ പ്രഖ്യാപിക്കും, നല്ല സഹായങ്ങൾ തരും. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ മുൻകാലങ്ങളിൽ കഴിഞ്ഞ പോലെ തന്നെ നരേന്ദ്രമോദി ക്രൂരനായിട്ടോ അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ചിട്ടൊന്നും ഈ നരേന്ദ്രമോദി അങ്ങനെ തന്നെ എന്നും വരണം എന്നുള്ള കാലം നടത്തും എന്ന് നമ്മൾ വിശ്വസിക്കരുത്. നരേന്ദ്രമോദിക്ക് നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ ഇന്ത്യയിലത്തെ ജനങ്ങളെല്ലാം ഒരു പൗരന്മാർ എൻ്റെ ഉത്തരവാദിത്തത്തിൽ നിൽക്കുന്നവരാണെന്ന് ബോധ്യം വരുന്ന രൂപത്തിൽ പടച്ചവൻ അദ്ദേഹത്തിന് തോന്നിപ്പിക്കട്ടെ എന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കാരണം നരേന്ദ്രമോദി ചിലപ്പോൾ നല്ല ഭരണം കാഴ്ചവെച്ചുകൂടാമെന്നില്ല, നല്ല രൂപത്തിൽ പ്രവർത്തിച്ചുകൂടാമെന്നില്ല. മനുഷ്യൻ പല രൂപത്തിലും പല ഭാവത്തിലൊക്കെ ഉള്ളതല്ലേ. പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയം തന്നെയാണ് അങ്ങനെയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പല രൂപത്തിൻ്റെ ക്രൂരത ചെയ്ത് പരാജയം പറഞ്ഞ് നമ്മുടെ നാട്ടിലിട്ടുള്ളതാണ് യാഥാർത്ഥ്യം. ചിലപ്പോൾ ആര് ഭരിച്ചാലും ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലഘട്ടത്തിൻ്റെ ഇടയിൽ മുസ്ലിങ്ങളുടെ അവസ്ഥയൊക്കെ ഇങ്ങനെ തന്നെയായിട്ടുള്ളത്. അത് ഒരു രൂപത്തിലെങ്കിലും മറ്റൊരു രൂപത്തിൽ അക്രമം ഉണ്ടായി എന്നുള്ളതായത് വേറൊന്നുമില്ല. ഇപ്പോൾ വർഗീയകാലം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഇന്നെന്നുള്ളതൊന്നല്ല. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ മുതൽ അന്ന് മുതൽ ഇന്ന് വരെ ആരിനും ഭരിച്ചിരുന്നു, എന്നെ ആരിനും ഭരിക്കാൻ ഇന്നും വരുന്നു ഈ കലാപം അവസാനിക്കുന്നുണ്ട്. കാരണം ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് അങ്ങനത്തെ രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ പ്രശ്നത്തിന് പരിഹരിക്കാൻ കഴിയാതെ മതിയുള്ള രൂപത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് തന്നെ വേറൊരു അപകടത്തിലേക്ക് നമ്മൾ പോകുന്നതാണ്. എന്നെ പ്രത്യേകിച്ചിട്ട് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ ഇന്ത്യ രാജ്യത്ത് ഭൂരിപക്ഷമുള്ളത് ഹിന്ദുക്കളാണ്. അവർ ഇവിടുത്തെ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സംരക്ഷിക്കണം, അവർ ബാധ്യസ്ഥരാണ്. മനസ്സിലായില്ലേ? അതുപോലെ മറ്റൊന്ന് പറയാനുള്ളത് അയൽരാജ്യമായ ബംഗ്ലാദേശിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ഹിന്ദുക്കളാരും പ്രകോപിതരാവരുത്. ഇപ്പം തന്നെ ഞാൻ ഇന്ന് നോക്കുമ്പോൾ ഒരു വീട് കണ്ടു, നമ്മൾ ഈ വടക്കേ ഇന്ത്യയിലൂടെയോ ഒരു കുടുംബത്തിൻ്റെ ഡൽഹിയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് 6 വീട് കത്തിക്കുകയും അവിടെയുള്ള കുടുംബത്തിനൊക്കെ അടിച്ച് പരിക്കേൽപ്പിക്കുകയും ബംഗ്ലാദേശികളെ ആക്രമിക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ സഹോദരന്മാരോട് നമ്മൾ ആ രാജ്യമായിട്ടുള്ള കാര്യത്തിൽ അവിടെ ഇടപെടരുത്. അവിടെ പ്രത്യേകിച്ച് വേറെ എന്തൊരു സാഹചര്യത്തിൽ ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാമെന്ന് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ രാജ്യത്ത് നിന്ന് കലഹമൊന്നും ഉണ്ടാകുന്ന വഴി ഉണ്ടാക്കാൻ പ്രകോപിതരാവരുത്. അതുപോലെ നമ്മൾ കേരളത്തിൽ ഇപ്പം ഉണ്ട് ഒരു കേരളത്തിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടി MP എന്ന പാർലമെൻറ്റിൽ നിന്ന് നരേന്ദ്രമോദിയോട് എതിർത്തിട്ട് വീട്ടിലോ മറ്റും MP ഓഫീസിലേക്ക് ഒന്ന് മാർച്ച് നടത്തുന്നുണ്ട് ഹിന്ദു മുന്നണിൻ്റെ ആളുകൾ. അപ്പോൾ അതുപോലെ ഒരു സാഹചര്യം ഉണ്ടാക്കി നമ്മൾ ഇന്ത്യ രാജ്യത്ത് മൊത്തം പഠനൊരു അവസ്ഥയൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ശാന്തി സമാധാനത്തോടെ നിൽക്കണം. അവിടുത്തെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ ഇന്ത്യക്കൊരു അവകാശമുണ്ട്. കാരണം ഇന്ത്യയാണ് ബംഗ്ലാദേശ് ഉണ്ടാക്കി കൊടുത്തത്. അതുകൊണ്ട് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഇടപെടാനുള്ള പൂർണ്ണ അവകാശവും അധികാരമൊക്കെ ഉണ്ട്. അത് ഇന്ത്യൻ ഗവൺമെൻറ് ഇടപെടും. അതിന് ആരും എതിർക്കാൻ പാടില്ല എന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ പറയുന്നത് ഞാനൊരു ഇന്ത്യക്കാരനായതുകൊണ്ട് എനിക്കങ്ങനെ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ പറഞ്ഞതിന് എന്തെങ്കിലും തെറ്റുകൾ ക്ഷമിക്കണം. അടുത്ത വീട്ടിൽ കണ്ടവർക്ക് കണ്ടമാനമുള്ള ആരും കാണുമ്പോൾ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി, അല്ലാത്തവർ തള്ളിക്കളയാം. ഈ പറഞ്ഞതിന് എന്തെങ്കിലും തെറ്റുകൾ ക്ഷമിക്കുക. അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ജയ് ഹിന്ദ്.